എല്ലാവർക്കും ഡോക്ടേഴ്സ് ആർട്ട് ബാസ്ക്കറ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ 2024 അവസാനത്തെ വീഡിയോ ആണ്. 2025 കടക്കുമ്പോൾ വീഡിയോയുടെ തംബ്നെയിലിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ഉണ്ടാവാൻ പാടില്ലാത്ത, അതായത് നമ്മൾ ഒഴിവാക്കേണ്ട കുറച്ച് ഇമ്പോർട്ടന്റ് കാര്യങ്ങളെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ. അപ്പൊ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടാണ് കുട്ടികൾക്ക് ഫുഡ് ഉണ്ടാക്കുന്നത്, അവരുടെ ആരോഗ്യത്തിന് മുൻഗണന കൊടുത്ത്. അപ്പൊ ഇതുപോലത്തെ ചോപ്പിംഗ് ബോർഡ്സ് ഒക്കെ വാങ്ങുമ്പോൾ കഴിവതും ഒരു ഗ്ലാസിന്റെയോ അല്ലെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെയോ വാങ്ങാൻ നോക്കുക. പ്ലാസ്റ്റിക്കിന്റെയും അതേപോലെ തടിയുടെ ഒക്കെ ഒന്ന് ഒഴിവാക്കുക. കാരണം പ്ലാസ്റ്റിക്കിന്റെയും തടിയിൽ ഒക്കെ അതിന്റെ പാർട്ടിക്കിൾസ്, അതായത് പ്ലാസ്റ്റിക്കിന്റെ പാർട്ടിക്കിൾസോ തടീന്റെ പാർട്ടിക്കിൾസോ ഒക്കെ ചിപ്പ് ഓഫ് ആയി വന്ന് ഭക്ഷണത്തിന്റെ കൂടെ ഇത് നമ്മുടെ കുട്ടികളുടെ ഉള്ളിലാണ് എത്തുന്നത്. ഇതുമൂലം നമുക്ക് ക്യാൻസർ, ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. അതേപോലെ തന്നെയാണ് നമ്മൾ വീട്ടിലേക്ക് ഒരു കത്തി വാങ്ങുമ്പോൾ നമ്മൾ ഭംഗി നോക്കി പലപ്പോഴും ഇതേപോലത്തെ കത്തികളൊക്കെ വാങ്ങും. പക്ഷെ അതിന്റെ ഒരു കുറച്ച് നാളത്തെ യൂസ് കഴിയുമ്പോഴായിരിക്കും അതുകൊണ്ട് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഷാർപ്നെസ്സും ഉണ്ടാവില്ല. അത് മാത്രമല്ല ഇതിന്റെ മേലെയുള്ള ഈ ഒരു കോട്ടിങ് കാഡ്മിയത്തിന്റെയും ലെഡിന്റെ ഒക്കെ അംശം ഉള്ള കോട്ടിങ്സ് ആണ്, പെയിന്റിങ്സ് ആണ് അവർ ഇതിന് ഈ ഡിസൈനിനൊക്കെ യൂസ് ചെയ്യുന്നത്. ഇതൊക്കെ നമ്മുടെ കുട്ടികളുടെ ഉള്ളിലോ നമ്മുടെ ഉള്ളിലോ ഒക്കെ എത്തിയാൽ പോയിസണിങ് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അതുവഴി നമ്മുടെ പല അവയവങ്ങളും, അതായത് ബ്രെയിൻ, ഹാർട്ട് ഒക്കെ അഫക്റ്റഡ് ആയിട്ട് നമുക്ക് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ന്യൂറോളജിക്കൽ സിംറ്റംസും കാർഡിയാക് സിംറ്റംസും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതേപോലെ തന്നെയാണ് നമ്മുടെ വീട്ടിലെ നോൺ സ്റ്റിക് പാത്രങ്ങളുടെ ഉപയോഗം. കഴിഞ്ഞ ഒരു 10-15 വർഷം എടുത്ത് നോക്കിയാലാണ് നമ്മുടെ വീടുകളിലെ നോൺ സ്റ്റിക് പാത്രങ്ങൾ പെട്ടെന്ന് കയറി ഇടം പിടിച്ചത്. ഇതുകൊണ്ട് കഴിഞ്ഞ ഒരു 10-15 വർഷമായിട്ട് ക്യാൻസറിന്റെ കേസസിന്റെ എണ്ണം കൂടുന്നുണ്ട്. അതേപോലെ തന്നെ ടെഫ്ലോൺ ഫ്ലൂ എന്ന് പറയുന്ന അസുഖം പല കുട്ടികളിലും നോട്ട് ചെയ്യപ്പെടുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇതുപോലത്തെ സ്റ്റീലിന്റെ പാത്രങ്ങളോ അല്ലെങ്കിൽ മൺചട്ടികളോ അല്ലെങ്കിൽ കാസ്റ്റ് അയൺ പാത്രങ്ങളോ ഒക്കെ നമ്മൾ വീട്ടിൽ യൂസ് ചെയ്താൽ നമ്മളിത് ഇടയ്ക്കൊന്ന് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ബുദ്ധിമുട്ടേ ഉള്ളൂ. പക്ഷെ അത്രയും നാൾ ഇത് ലോങ് ലാസ്റ്റും ചെയ്യും. നമ്മുടെ ആരോഗ്യം അവിടെ നശിക്കുന്നതും ഇല്ല. അപ്പൊ ഇത് വഴി നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് നമുക്ക് കൊടുക്കാൻ പറ്റും, അറിവ് നമുക്ക് കൊടുക്കാൻ പറ്റും. ഭാവി ജനറേഷൻസിലേക്കും ഇത് ഉപയോഗപ്പെടും. അപ്പൊ ഇതുപോലത്തെ ഒരു നോൺ സ്റ്റിക് പാൻ ഒക്കെ ഞാൻ പണ്ട് ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. ഒരു 2 വർഷമായി. അതിന്റെ പിടി പോലും നന്നായിട്ട് ഇരിക്കില്ല, ലൂസായി പോകും. അപ്പൊ ഞാനിപ്പോ ഒരു കാസ്റ്റ് അയണിന്റെ ഇത് കൂട്ടൊരു പാന് വാങ്ങിച്ചു. കുറച്ച് നാളായിട്ട് ഇപ്പൊ ഇതാണ് ഉപയോഗിക്കുന്നത്. ഇതുപോലെ സ്റ്റീൽ ആയിട്ടുള്ള ഗ്രേറ്റേഴ്സും ഉപയോഗിക്കാൻ നോക്കുക. പ്ലാസ്റ്റിക് കലർന്നിട്ടുള്ള ഗ്രേറ്റേഴ്സ് ഉപയോഗിച്ച് അതിന്റെ അംശവും നമ്മുടെ ഭക്ഷണത്തിലേക്ക് എത്തുകയാണ്. അപ്പൊ ഇതൊക്കെ കൂടി ചേർന്ന് നമ്മളൊരു ഹെൽത്തി കുക്കിംഗ് നമ്മുടെ ലൈഫ് സ്റ്റൈലിന്റെ ഭാഗമാക്കുമ്പോൾ കുട്ടികളുടെ ആരോഗ്യം അത് അവരുടെ പഠനത്തിലൊക്കെ റിഫ്ലക്ട് ചെയ്ത് നമുക്ക് ഭയങ്കര ഒരു ചേഞ്ച് തന്നെ ഫീൽ ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. അതേപോലെ തന്നെ നമ്മൾ വീട്ടിൽ സ്റ്റീൽ സ്ക്രബ്ബേഴ്സ് പലപ്പോഴും പാത്രം കഴുകാൻ നമ്മൾ എളുപ്പത്തിന് ഉപയോഗിക്കുന്നതാണ്. പക്ഷെ നമ്മുടെ പാത്രങ്ങളിലൊക്കെ ഇതുപോലെ സ്ക്രാച്ച് വീഴുമ്പോൾ അതിൽ നിന്നുണ്ടാവുന്ന കെമിക്കൽ റിയാക്ഷൻ ഫുഡിലേക്ക് കയറി അതും നമ്മുടെ ബോഡിയിലേക്ക് എത്താണ്. നോൺ സ്റ്റിക് പാത്രം ആവണമെന്നില്ല, ഏത് മെറ്റീരിയലിലും ഇത് ഉണ്ടാവും. അതേപോലെ പ്ലാസ്റ്റിക് ബൗളുകളൊക്കെ ഒന്ന് ഒഴിവാക്കുക. ഇതേപോലെ സ്റ്റീൽ ബൗളുകളാണ് ഏറ്റവും സേഫ്. അല്ലെങ്കിൽ നമുക്ക് ബൊറോസിൽ ബൗളുകൾ, ഗ്ലാസിന്റെ ബൗളുകളൊക്കെ ഉപയോഗിക്കാം. അപ്പം നമ്മൾ കേക്ക് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതേപോലെ നമ്മൾ ഡബിൾ ബോയിലിംഗ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി സേഫ് സ്റ്റീൽ തന്നെയാണ്. അതേപോലെ തീരെ ചെറിയ കുട്ടികളുള്ള വീടുകളിലൊക്കെ നമ്മൾ കുറുക്കൊക്കെ എടുക്കുമ്പോൾ ഇത്തിരി ഇളം ചൂടോടുകൂടി നമ്മൾ എടുക്കുന്നത് ഇതുപോലത്തെ പ്ലാസ്റ്റിക് പാത്രങ്ങളിലാവരുത്. സെറാമിക് പാത്രങ്ങളോ അല്ലെങ്കിൽ ഗ്ലാസ് പാത്രങ്ങളോ എടുക്കുക. ഈസ്റ്റ് ഫെർമെന്റ് ചെയ്യാനോ ഒക്കെ ഇതേപോലത്തെ ചെറിയ ഗ്ലാസ് പാത്രങ്ങൾ കിട്ടും കേട്ടോ, അതൊക്കെ തന്നെ ഉപയോഗിച്ചാൽ മതി. അതേപോലെ പ്ലാസ്റ്റിക് ഫീഡിംഗ് ബോട്ടിൽസ് ഒഴിവാക്കുക. ഫീഡിംഗ് ബോട്ടിലേ ഒഴിവാക്കേണ്ടതാണ്. പിന്നെ വേറെ വഴിയില്ലാത്തതുകൊണ്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഇതുപോലത്തെ സ്റ്റീൽ ഫീഡിംഗ് ബോട്ടിലുകൾ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ വാങ്ങുക, ഉപയോഗിക്കുക. അതാണ് ഏറ്റവും നല്ലത്. പിന്നെ നമ്മൾ വട്ടയപ്പോ അങ്ങനെ കിണ്ണത്തപ്പോ ഒക്കെ ഉണ്ടാക്കാൻ ഇതുപോലത്തെ അലൂമിനിയം പാത്രങ്ങൾ ഒഴിവാക്കുക, സ്റ്റീൽ പാത്രങ്ങളിലേക്ക് മാറുക. അതാണ് നമ്മുടെ ഹെൽത്തിന് ഏറ്റവും നല്ലത്. അതേപോലെ സ്റ്റീൽ പാത്രങ്ങളാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാനും സുഖവും, ഒരുപാട് നാള് ലാസ്റ്റ് ചെയ്യും. ഇതേപോലെ തന്നെയാണ് നമ്മൾ വീട്ടിൽ സ്പൈസസ്, പൊടികൾ, മല്ലിപ്പൊടി, മുളക് പൊടി ഒക്കെ ഇട്ട് വെക്കുന്ന ഇതുപോലത്തെ കണ്ടെയ്നേഴ്സ് ഭംഗി കണ്ട് നമ്മൾ പ്ലാസ്റ്റിക് വാങ്ങും. ഇനി അതൊക്കെ ഒന്ന് ഒഴിവാക്കിക്കൊള്ളുക. കാരണം അതൊക്കെ സ്ലോ പോയിസണിങ് ആണ്. അപ്പൊ നമ്മൾ ഇതേപോലെ ഗ്ലാസ് കുപ്പികൾ വാങ്ങാൻ കിട്ടും. പല സൈസില് പല വിലയ്ക്ക് 4 എണ്ണത്തിന്റെ 6 എണ്ണത്തിന്റെ ഒക്കെ സെറ്റ് കിട്ടും. അച്ചാറ് വെക്കാനും ഒക്കെ നമുക്ക് ഇതുപോലത്തെ ഭരണികളൊക്കെ കിട്ടും. ഇനി ഇങ്ങനത്തെ ഒന്നും വാങ്ങണ്ട, നമുക്ക് ഇതേപോലെ കാപ്പിപ്പൊടിയോ വേറെ എന്തെങ്കിലുമൊക്കെ ഒഴിയുന്ന കുപ്പികൾ ഇതേപോലെ നമുക്ക് കഴുകി നല്ല വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്ത് അത് തന്നെ നമുക്ക് സുഖമായിട്ട് ഉപയോഗിക്കാം. ഒരുപാട് ക്വാണ്ടിറ്റിയിലൊക്കെ നമ്മൾ പൊടികൾ പൊടിച്ചു വെക്കുമ്പോൾ ഹോർലിക്സ് ഒക്കെ ഒഴിയുന്ന കുപ്പിയൊക്കെ ഉണ്ടെങ്കിൽ അതും ആയാലും നമുക്ക് എടുക്കാം. പിന്നെ ഇതേപോലെ ഒരു മസാല ബോക്സ് ഉണ്ടെങ്കിൽ നമുക്ക് സുഖമാണ്. രാവിലെ കുക്ക് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് വേണ്ട കാര്യങ്ങൾ ഇതിൽ നമുക്ക്
മാത്രം ഈ ഒരു ബോക്സ് മാത്രം എടുത്താൽ മതി. ഇതിനോടൊപ്പം 2 സ്റ്റീൽ സ്പൂണുകളും വരുന്നുണ്ട്. നമ്മൾ ചില്ല് കുപ്പിയിലൊക്കെ നമ്മുടെ പൊടികൾ കറക്റ്റായിട്ട് ഇട്ട് വെച്ചിട്ട് അതിൽ നമ്മൾ പ്ലാസ്റ്റിക് സ്പൂൺ ഇട്ടാൽ അതും ദോഷമാണ്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, സ്റ്റീൽ സ്പൂണുകൾ മാത്രം ഇടാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഗ്ലാസിൻ്റെയോ അല്ലെങ്കിൽ തടീൻ്റെയോ ഒക്കെ സ്പൂൺ കിട്ടുന്നുണ്ടെങ്കിൽ അതായാലും മതി. അപ്പോൾ നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഹാൻഡി ആയിട്ട് ഇതുപോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ നമ്മൾ ഇതുപോലെ ചായയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് പലരും പ്ലാസ്റ്റിക് കപ്പുകൾ ഭംഗി കണ്ട് വാങ്ങുന്ന കണ്ടിട്ടുണ്ട്, കോട്ട്സും ഒക്കെ ഉള്ളത്. അങ്ങനെയൊക്കെ വാങ്ങുകയാണെങ്കിൽ നിങ്ങൾ ഇതേപോലെ സെറാമിക് വാങ്ങുക. പക്ഷേ ഇതിൻ്റെ മേലെയുള്ള ഈ ഒരു കോട്ടിങ്ങിലും ഞാൻ നേരത്തെ പറഞ്ഞ കാഡ്മിയത്തിൻ്റെയും ലെഡിൻ്റെയും ഒക്കെ അളവുണ്ട്. അപ്പം ലെഡ് പോയ്സണിങ് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ എൻ്റെ കിച്ചണിൽ ഞാനിപ്പോൾ വരുത്തിയ ഒരു വലിയ മാറ്റമാണ് ഇതുപോലത്തെ എസൻസുകൾ, ഫുഡ് കളറുകൾ, കുറേ കാര്യങ്ങളുടെയൊക്കെ യൂസേജ് ഒരുപാട് റെഡ്യൂസ് ചെയ്തു. മുൻപ് നമ്മൾ പേസ്ട്രീസും കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് ചെയ്തിരുന്ന സമയത്ത് നമ്മൾ ഇതൊക്കെ യൂസ് ചെയ്യായിരുന്നു. ഇതുപോലത്തെ ഗോൾഡൻ ഡസ്റ്റ്, ഇതിലൊക്കെ ഈ പറഞ്ഞ ഓരോ കെമിക്കൽസിൻ്റെയും അളവുണ്ട്. വനില എസൻസ് ഒക്കെ നമ്മൾ അത്രയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതി. അതുപോലെ തന്നെയാണ് നമ്മുടെ ടിൻഡായിട്ട് വരുന്ന ഫുഡ് ഐറ്റംസ്, ഇതുപോലത്തെ ഒരുപാട് കാര്യങ്ങൾ വരാറുണ്ട്. ടിൻഡായിട്ടുള്ളതൊക്കെ നമ്മളൊന്ന് ഒഴിവാക്കുക. കാരണം ഇതിൻ്റെ അടപ്പിൽ എപ്പോക്സി കോട്ടിങ് വരുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് സീരിയസ് ആയിട്ടുള്ള ന്യൂറോളജിക്കൽ ഇഷ്യൂസ്, അതേപോലെ ലങ്സിനും ഹാർട്ടിനും ഒക്കെ ദോഷമാണ്. അലർജിക് ഇഷ്യൂസും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ കുട്ടികൾക്കായിട്ടുള്ള ടിഫിൻ ബോക്സ് സെലക്ട് ചെയ്യുമ്പോൾ ഒരിക്കലും പ്ലാസ്റ്റിക് സെലക്ട് ചെയ്യാതെ ഇതേപോലെ ഒന്നെങ്കിൽ സ്റ്റീല് അല്ലെങ്കിൽ ബൊറോസിൽ ഗ്ലാസിൻ്റെ ടിഫിൻ ബോക്സുകൾ ചൂസ് ചെയ്യുക. കുട്ടികൾക്കാകുമ്പോൾ എപ്പോഴും നല്ലത് സ്റ്റീൽ തന്നെയാണ്. നമ്മളൊക്കെ വലിയവർക്ക്, ഇതിപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന എൻ്റെ ടിഫിൻ ബോക്സ് ആണ് കേട്ടോ. അപ്പോൾ വലിയവർക്കാണെങ്കിൽ ബൊറോസിലായാലും മതി. ബൊറോസിൽ പാത്രങ്ങൾ നമുക്കിപ്പോൾ ഇതുപോലെ നല്ല ഡിവിഷൻ ഉള്ള ടൈപ്പും വരുന്നുണ്ട്. ഇതുപോലെ 3 അറകളൊക്കെ ഉള്ളത്. അപ്പോൾ ഡയറ്റ് ഒക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ നിങ്ങൾക്ക് കട്ട് ഫ്രൂട്ട്സോ നട്ട്സും സീഡ്സും ഒക്കെ വെക്കാനും സുഖമായിട്ട് പറ്റും. പലപ്പോഴും ഭംഗി കണ്ട് നമ്മൾ ഇതേപോലത്തെ കുപ്പികളൊക്കെ വാങ്ങുമല്ലേ, ഇതൊക്കെ ഒന്ന് ഒഴിവാക്കുക. പ്ലാസ്റ്റിക്കിന്റെ നമ്മൾ ഇതേപോലത്തെ മെറ്റൽ കുപ്പികൾ, അതായത് ഫ്ലാസ്കുകൾ പോലത്തെ ആ മെറ്റീരിയലിൽ വരുന്ന സ്റ്റെയിൻലെസ് സ്റ്റീൽ കുപ്പികൾ ഉപയോഗിക്കുന്നതാണ് നല്ലത്. അതേപോലെ ബയോഡിഗ്രേഡബിൾ കപ്പുകൾ ഒഴിവാക്കുക. അതിലൊരു പ്ലാസ്റ്റിക് ലൈനിങ് ഉണ്ട്, അപ്പോൾ അതും ഒന്ന് ഒഴിവാക്കുക. ഇതേപോലത്തെ കോപ്പർ ഗ്ലാസ്സുകൾ കിട്ടുകയാണെങ്കിൽ വളരെ നല്ലതാണ് നമ്മുടെ ബ്രെയിനിനും ഹാർട്ടിനും ഒക്കെ. പിന്നെ ഇതേപോലത്തെ പ്ലാസ്റ്റിക് കണ്ടെയ്നറുകൾ നമ്മളിങ്ങനെ വാങ്ങിക്കും അറിയാതെ. ഇപ്പോൾ ഞാനത് പതുക്കെ ഒന്ന് ഒഴിവാക്കി കൊണ്ടുവരികയാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ പൈസ സേവ് ചെയ്ത് വെച്ചിട്ട് മറ്റ് കണ്ടെയ്നറുകളിലേക്കൊക്കെ ഒന്ന് മാറിയാൽ മതി. ഇതൊരു സെറാമിക് കണ്ടെയ്നർ ആണ്. ഇതെനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ. ഇത് തന്നെ വേണമെന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹോർലിക്സിന്റെയും ബൂസ്റ്റിന്റെയും ഒക്കെ ചില്ല് കുപ്പികൾ ഒഴിയുന്നതും മതി. പ്ലാസ്റ്റിക് സ്പൂണുകൾ ഇതേപോലെ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക. തടീൻ്റെയോ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെയോ സ്പൂണുകൾ മാത്രം ഉപയോഗിച്ചാൽ മതി. അതേപോലെ വീട്ടിലെ വെളിച്ചെണ്ണയുടെ ഉപയോഗം കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക. അതേപോലെ പാം ഓയിൽ, സൺഫ്ലവർ ഓയിൽ ഒക്കെ ഹെൽത്തി ആയിട്ടുള്ള ഇതുപോലത്തെ റൈസ് ബ്രാൻ ഓയിൽ വേണം നമ്മൾ ഉപയോഗിക്കാൻ. ഈ ഒരു ക്യാൻ തന്നെ നല്ല ഹാൻഡിയാണ്, നമുക്ക് സുഖമായിട്ട് എടുത്ത് ഉപയോഗിക്കാം. 5 ലിറ്ററിന്റെ ഒരു പാക്കാണിത്. ട്രാൻസ് ഫാറ്റ് ഫ്രീ ആണ്. അതേപോലെ എല്ലാ ഓയിൽസും പോലെ ഗുഡ് വൈറ്റമിൻസ് അടങ്ങിയതുമാണ്. അതേപോലെ തന്നെ ഗാമ ഒറൈസനോൾ നമ്മുടെ ഹാർട്ട് ബ്ലോക്ക് റെഡ്യൂസ് ചെയ്യാനും അതേപോലെ ബ്രെയിൻ ഫംഗ്ഷൻ ഇംപ്രൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന ഘടകങ്ങളാണ് അതിലുള്ളത്. ഇനി ഇതേപോലത്തെ ക്ലിങ് ഫിലിമുകളും പ്ലാസ്റ്റിക് റാപ്പുകളും അലുമിനിയം ഫോയിലുകളും ഒക്കെ നമ്മളൊന്ന് ഒഴിവാക്കുക. പഴയ വാഴയിലയിലേക്ക് ഒക്കെ ഒന്ന് മാറുന്നതാണ് നല്ലത്. നമ്മുടെ ആരോഗ്യത്തിനും അതേപോലെ കഴിക്കാനും നല്ല സുഖമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോയിൽ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ അതുവരേക്കും ടാറ്റാ.